ഹലോ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ചാനലിലേക്ക് മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ 4ാമത്തെ പാഠഭാഗമാണ് ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. റെസിഡൻറ്റ് എഡിറ്റർ എന്നാണ് കഥയുടെ പേര്. ഈ കഥ പരിചയപ്പെടുന്നതിന് മുമ്പ് കഥാകൃത്തിനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഈ കഥയുടെ മറ്റ് വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാം. VKN റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥ എഴുതിയിട്ടുള്ളത് VKN ആണ്. വടക്കേക്കൂട്ടാല നാരായണൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥ അദ്ദേഹത്തിൻ്റെ ആകെ മൊത്തം കഥകളുടെയും സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു കഥ തന്നെയാണ്. സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ, വിഷയങ്ങളെ ഹാസ്യാത്മകമായി പരിഹസിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു എഴുത്ത് രീതിയാണ് VKN തുടർന്നു വന്നിട്ടുള്ളത്. സമൂഹത്തിലുള്ള തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു. തൻ്റെ കഥകളിലൂടെ എല്ലാ കൊള്ളരുതായ്മകളെയും ഹാസ്യത്തിൽ ചാലിച്ച് വിമർശിച്ച് സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ VKN എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ കേവലമായ ഒരു ഹാസ്യം, തമാശയല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമ്മയെല്ലാം ചിന്തിപ്പിക്കുന്ന, ചിരിയോടൊപ്പം ചിന്തിപ്പിക്കുന്ന ഒരു രീതി കൂടി VKNന് സ്വന്തമായിട്ടുണ്ട്. റെസിഡൻറ്റ് എഡിറ്റർ എന്ന VKNൻ്റെ ഈ കഥ നടക്കുന്നൊരു പത്രം ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. പത്രമാധ്യമ രംഗത്തുള്ള ഒരു വിഷയത്തെയാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത്. പത്രമാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള തെറ്റിനെ, പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ സമൂഹത്തിന് മുന്നിൽ തുറന്നെഴുതുന്ന, ചൂണ്ടിക്കാണിക്കുന്ന, വാർത്തകളാക്കുന്ന ഇടങ്ങളാണ് അല്ലേ. എന്നാൽ ആ മാധ്യമ രംഗത്ത് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും വിഷയങ്ങളെയും അവരെയും വിമർശന വിധേയരാക്കുന്ന ഒരു കഥാരചന രീതിയാണ് റെസിഡൻറ്റ് എഡിറ്റർ എന്നുള്ളതിൽ VKN നിർവഹിക്കുന്നത്. ഈ കഥയിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഭാഷ തമിഴും മലയാളവും ഇംഗ്ലീഷും കലർന്നിട്ടുള്ള ഒരു തമിഴ് ബ്രാഹ്മണർ സംസാരിച്ചു വന്നിരുന്ന ഒരു മിശ്ര ഭാഷയാണ്. തമിഴും അതിൽ ഇംഗ്ലീഷും ഒക്കെ മലയാളവുമൊക്കെ ഒരു മിശ്രിതം പോലെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷയായിട്ട് കാണാൻ കഴിയും. അതിലെ കഥാപാത്രങ്ങളുടെ സംസാരത്തിലാണത് കൂടുതൽ വ്യക്തമാവുന്നത്. റെസിഡൻറ്റ് എഡിറ്റർ എന്ന ഈ കഥ വായിച്ചതിന് ശേഷം ആ കഥയിലൂടെ തന്നെ കാര്യങ്ങളും ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. റെസിഡൻറ്റ് എഡിറ്റർ പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കടേശ് അയ്യങ്കാർ. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, സന്ധ്യയ്ക്ക് മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധമെന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നീ മെയ്യനങ്ങാ വേലകളായിരുന്നു അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം. റെസിഡൻറ്റ് എഡിറ്റർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം വെങ്കടേശ അയ്യങ്കാരിനെയാണ് ഈ കഥയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ജോലിയോടുള്ള മനോഭാവവും അദ്ദേഹത്തിൻ്റെ രീതിയുമെല്ലാം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ പാഠഭാഗത്തിൽ നിന്ന് കഥാപാത്ര നിരൂപണം എഴുതാൻ, വെങ്കടേശ അയ്യങ്കാരുടെ കഥാപാത്ര നിരൂപണം എഴുതാൻ ചോദ്യം വരാവുന്നതാണ്. അദ്ദേഹം അധികം അധ്വാനിക്കാതെ തന്നെ ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. മെയ്യനങ്ങാ വേലകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. എത്രയോ വർഷം വ്യാഴവട്ട സ്മരണകൾ എഴുതിയിട്ടും താൻ ചീഫ് റിപ്പോർട്ടർ ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ വെങ്കടേഷിന് കുണ്ഠിതമായി. സഹിക്കവയ്യാതായത് പുറകെ വന്നവർ തൻ്റെ തലയ്ക്ക് മുകളിലൂടെ പോയി റിപ്പോർട്ടേഴ്സ് ഇൻ ചീഫായി അരിയിട്ട് വാഴ്ത്തപ്പെട്ടപ്പോഴാണ്. വെങ്കടേശ അയ്യങ്കാർ ജോലിക്ക് വന്ന് കാലങ്ങളായിട്ടും അദ്ദേഹത്തിന് കൃത്യമായ അധികാരമോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനക്കയറ്റമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പകരം പിന്നീട് വന്നിട്ടുള്ള പുതിയ ആളുകളെല്ലാം അവരുടെ ജോലി മികവ് കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. അതിൽ തീർത്തും അസൂയയോടുകൂടിയാണ് വെങ്കടേശ അയ്യങ്കാർ അതിനെ നോക്കിക്കാണുന്നത്. അങ്ങനെ വെങ്കടേശൻ മനം നൊന്തിരിക്കുമ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. വെങ്കടേശൻ്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ ശാസ്ത്രിജി നഗരത്തിൽ വന്നു. അതൊരവസരമായിരുന്നു, എ ഗ്രേറ്റ് ഒക്കേഷൻ. ഇന്ത്യ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ച് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തു. എങ്ങനെയെങ്കിലും ജോലിയിൽ ഉദ്യോഗ കയറ്റം കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന വെങ്കടേശ അയ്യങ്കാർക്ക് മുമ്പിൽ ഒരു ഗോൾഡൻ അവസരം, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വരികയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ആ നഗരത്തിലെത്തിയപ്പോൾ ആ വാർത്ത കവർ ചെയ്യാനുള്ള ജോലി ഏറ്റെടുക്കുന്നത് ഇദ്ദേഹമാണ്. ആ വാർത്തയ്ക്ക് അദ്ദേഹം ഒരു തലക്കെട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാർത്തയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന പേരിനോടൊപ്പം ശാസ്ത്രികൾ
എന്നാൽ പൂജക ബഹുവചനം കൂടി ഉപയോഗിച്ച് ഒരു ബഹുമാനവും ആദരവും അദ്ദേഹത്തിന് പ്രകടിപ്പിച്ച് ഈ വാർത്ത കൊടുത്തപ്പോൾ പത്രസ്വാമിക്ക് ബഹു സന്തോഷമായി. മുൻകൂറായി ഒരു ഇൻക്രിമെൻ്റ് കൊടുത്ത് അദ്ദേഹം വെങ്കടേശനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഇത്തരത്തിൽ മിടുക്കോടുകൂടി അവതരിപ്പിച്ചതിന് വെങ്കടേശ അയ്യങ്കാർക്ക് ഇൻക്രിമെൻ്റായിട്ടും കുറേ സമ്മാനമൊക്കെ പത്രസ്വാമി നൽകുകയാണ്. 6 മാസത്തേക്ക് അയ്യങ്കാർ സന്തോഷവാനായി കാണപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ കുണ്ഠിതം തിരികെ വന്നു. ഒരു 6 മാസത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഈ കിട്ടിയ സമ്മാനത്തിൽ അദ്ദേഹം തൃപ്തനായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കൂടുതൽ സമ്മാനം വേണമെന്നുള്ള ആഗ്രഹം അയാൾക്കുണ്ടായി. അവസാനം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. പത്രസ്വാമിയെ രാവിലെ വീട്ടിൽ ചെന്ന് കാണുക, പറയുക, അടിയന്തിരമ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്നിക്കണം. പിറ്റേന്ന് കാലത്ത് തിരുപ്പതി തമ്പുരാൻ്റെ വിഗ്രഹത്തെ പൂജിച്ച് വെങ്കടേശൻ പത്രസ്വാമിയുടെ വസതിയിൽ ചെന്നു. ആ സ്വാമി മുകളിലാണെന്ന് ഭൃത്യൻ വാൾദൊരെ സ്വാമി പറഞ്ഞു. കോണി കയറാൻ വെങ്കടേശൻ തളത്തിൽ കടന്നപ്പോഴാണ് കൂറ്റൻ അൾസേഷൻ പട്ടി കോണിയുടെ പിന്നിൽ നിന്ന് നിരായുധൻ്റെ നേർക്ക് കുരച്ചു ചാടുന്നത്. നിമിഷാർദ്ധം ശങ്കിക്കാതെ വെങ്കടേശൻ ഉടുത്ത മുണ്ടഴിച്ച് സിംഹത്തിൻ്റെ മുഖത്തെറിഞ്ഞു കോണി കയറി. കൗബീനവും ഷർട്ട് കോട്ടും തലപ്പാവും ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന വെങ്കടേശനെ നോക്കി താഴെ പട്ടിയുടെ ഉഗ്രമായ കുര ശ്രദ്ധിച്ച് പത്രസ്വാമി ഒരു നിമിഷം നീന്താൻ. പിന്നീട് രണ്ടുപേരും താഴെ ഇറങ്ങി. വെങ്കടേശൻ്റെ വസ്ത്രം പട്ടി ഇഞ്ചിഞ്ചായി കടിച്ചു നുറുക്കിയിടുകയാണ്. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്നെ വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് ரொம்ப ചിന്ന പോസ്റ്റ്, വേറെ എന്നെ വേണം? നീങ്കൾ കൽപ്പിച്ചാൽ മതി. പത്രസ്വാമിക്ക് ഉത്തരവായി. இந்த നിമിഷം മുതൽ ശത്രുപോകും വരയ്ക്ക് നീ നമ്മ പത്രത്തോട് റെസിഡൻ്റ് എഡിറ്റർ. ഇങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. തൻ്റെ ഉദ്യോഗ കയറ്റത്തിനും സ്ഥാനലബ്ധിക്കും വേണ്ടി പത്രമുടമയെ വീട്ടിൽ പോയി കാണാൻ വെങ്കടേശ അയ്യങ്കാർ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് അവിടെ ഒരു അൾസേഷൻ പട്ടി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യജമാനൻ്റെ മുമ്പിൽ വാലാട്ടി നിൽക്കുന്ന യജമാനനെ കാണാൻ വരുന്നവരെ പോലും ഒരു മടിയില്ലാതെ അയാൾക്ക് വേണ്ടി കുരയ്ക്കുന്ന, ഭയപ്പെടുത്തുന്ന ഒരു ജീവി. ആ അൾസേഷൻ പട്ടി അയ്യങ്കാരിൻ്റെ മുണ്ടും ഒക്കെ കടിച്ചു പറിക്കുകയാണ്. ഉടുതുണിയില്ലാതെ അർദ്ധനഗ്നനായിട്ട് നമ്മുടെ വെങ്കടേശ അയ്യങ്കാർ പത്രസ്വാമിയെ കാണാൻ പോകുന്നു. അവിടെ പോയി തിരിച്ചു വരുമ്പോൾ എന്താവണമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നായാലും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങനെ അധികാരക്കൊതിയനായ പ്രത്യുൽപ്പന്നമതിയായ നിനക്ക് ചീഫ് റിപ്പോർട്ടർ ആവുക എന്നുള്ളത് ചെറിയ പോസ്റ്റാണല്ലോ, അതുകൊണ്ട് നീ ചീഫ് റിപ്പോർട്ടർ അല്ല, ഇനി മുതൽ നമ്മുടെ പത്രത്തിൻ്റെ റെസിഡൻറ്റ് എഡിറ്ററാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പത്രമുടമയായ പത്രസ്വാമിക്ക് വെങ്കടേശ അയ്യങ്കാരുടെ ഈ അധികാരക്കൊതി നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെ റെസിഡൻറ്റിൻ്റെ എഡിറ്ററായിട്ട് നിയോഗിക്കുകയാണ്. അത് വലിയ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കഥാനായകന് അവസരം കൊടുക്കുന്നതെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യേണ്ട, ആ കസേരയിലങ്ങ് ഇരുന്ന് തന്നാൽ മതി, ബാക്കിയെല്ലാം മറ്റുള്ളവർ നോക്കിക്കോളും, നിങ്ങളാണ് ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞ് ഒരരികത്തേക്ക് മാറ്റി നിർത്തുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇല്ലാത്തൊരു പോസ്റ്റ് ഉണ്ടാക്കി റെസിഡൻറ്റ് എഡിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ആ പത്രം ഓഫീസിൽ ഇദ്ദേഹത്തെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നത്. മറ്റൊരു തരത്തിൽ ഈ കഥയിൽ ആലോചിച്ച് നോക്കുമ്പോൾ, അധികാരത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരെയും അതിൻ്റെ അധികാരികളെയും സുഖിപ്പിക്കാൻ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ച് ഉപജാപക വൃന്ദമായി അവരെ സുഖിപ്പിച്ചു പാട്ടുപാടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ എല്ലാ മേഖലയിലെയും ഉയർന്ന അധികാരം കിട്ടുന്ന, കൈക്കലാക്കാൻ പറ്റുന്ന ഒരു കാലത്തൂടെയാണല്ലോ നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ കാലഘട്ടത്തെ കൂടി വിമർശിക്കാൻ ഈ കഥാപാത്രങ്ങളിലൂടെ, ആ പത്രം ഓഫീസിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. VK ചെയ്തു വെച്ചിട്ടുള്ള ആ ഉത്തരവാദിത്തം അത് തന്നെയാണ്. ഒരു യോഗ്യതയുമില്ലാത്ത ആളുകളെ അധികാരത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി, അത് പത്രം ഓഫീസിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും അത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് VK ഈ കഥയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും സ്തുതിപാഠകരായി വരുന്നവരോടൊരു പ്രത്യേക താല്പര്യവും, അവർ പറയുന്നത് ഇരുട്ടിനെ പകലാണെന്ന് പറഞ്ഞാൽ അത് പകലാണെന്ന് വിശ്വസിക്കുന്ന രീതിയിൽ അവർക്ക് എന്തും നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് പലയിടങ്ങളിലും കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു പത്രമാധ്യമ രംഗത്തുണ്ടാകുന്ന
അധികാരക്കൊതിയും അതിനു പുറത്തുണ്ടാവുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗം. പത്രമാധ്യമ രംഗം എന്നതിനപ്പുറത്തേക്ക് വിഷ്വൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മളൊന്ന് കടന്നു പോകുമ്പോൾ ചാനൽ ചർച്ചകളും അതുപോലെ തന്നെ ചാനൽ വാർത്താ മാധ്യമ രംഗത്തുണ്ടാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. ഇവിടെ സമകാലികമായ മാധ്യമ രംഗത്ത് സംഭവിക്കുന്നത് എന്താ? വൈകുന്നേരത്ത് കാണുന്ന അന്തിച്ചർച്ചകൾ ചാനൽ ചർച്ചകൾ നമുക്കറിയാവുന്നതാണ്. ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾ അതിൻ്റെ സൂപ്രണ്ടുമാരായിട്ട്, അതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉടമയായിട്ട് ഇരിക്കുകയും ഒരു വാർത്തയെ കിട്ടുമ്പോൾ 4-5 പേരോ ചേർന്ന് കടിച്ചു വലിക്കുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഇന്ന് TV ചാനൽ ചർച്ചകളിൽ കാണുന്നുണ്ട്. പത്രമാധ്യമ രംഗത്തെ പോലെ തന്നെ വീക്കിൻ സൂചിപ്പിച്ച വിഷയത്തെ പോലെ തന്നെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ഇന്ന് നടക്കുന്ന ഈ പേക്കൂത്തുകളെല്ലാം. ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി വള്ളംകളി നടക്കുമ്പോൾ തോണിയുടെ ഏറ്റവും അറ്റത്ത് പോയിരുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി, ഇനി കിണറ്റിനകത്ത് പെട്ട ഒരാളെ രക്ഷിക്കുകയാണെങ്കിൽ കയറ് തൂങ്ങിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ് രീതി, തെരഞ്ഞെടുപ്പ് വാർത്തകളാണെന്നുണ്ടെങ്കിൽ വോട്ടിംഗ് മെഷീൻ അകത്ത് കയറി ഇരുന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു രീതി, ഇത്തരത്തിൽ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടി ഒരു വലിയ ആരോഗ്യകരമല്ലാത്ത അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സരം, ആ മത്സര ബുദ്ധി ഒക്കെ നമുക്ക് പരിചയവും കണ്ടും കേട്ടും അനുഭവിച്ചും പരിചയമുള്ളൊരു കാര്യമാണ്. ആ ചാനൽ ചർച്ചകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ ചാനലിൻ്റെ മുമ്പിലിരുന്ന് പുലഭ്യം പറയാൻ വരെ മടിയില്ലാത്ത ആളുകളായിട്ട് ചാനൽ അവതാരകരും ഉടമസ്ഥരും അതിൽ ആങ്കറിങ്ങിന് വരുന്ന ആളുകളാണെങ്കിലും ചർച്ചയ്ക്ക് വരുന്ന ആളുകളാണെങ്കിലും ഒക്കെ ഒരു നിലവാര തകർച്ച ഇന്ന് മാധ്യമരംഗം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റെസിഡൻ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഈ കഥ അതിനെ കൂടി നമുക്ക് ചേർത്ത് പറയാവുന്ന ഒന്നാണ്. ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ തമിഴ് ബ്രാഹ്മണർ ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു സംസാര ശൈലിയുമായി ചേർന്ന് നിന്നിട്ടുള്ളതാണ്. മലയാള ഭാഷ സൗന്ദര്യത്തെ ആ കാലഘട്ടത്തിലെ അവരുടെ ഭാഷാ രീതിയെ കൂടി ഭാഷയുടെ സൗന്ദര്യമായിട്ട് ഇവിടെ അവതരിപ്പിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഓഫീസിലുള്ള ആളുകളും അവരുടെ പേര് കാണുമ്പോൾ തന്നെ അറിയാം ആരൊക്കെയാണ് ആ പത്രം ഓഫീസിൻ്റെ ഉടമയും അവരുടെ ശിങ്കിടികളായിട്ടാണെങ്കിലും അവരുടെ ജോലിക്കാരായിട്ടാണെങ്കിലും ഒക്കെ ഉള്ളത് ആരൊക്കെയാണെന്ന് അറിയാം. അവരുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ ഓഫീസിൻ്റെ അധികാര കസേരയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക താല്പര്യവും ഇഷ്ടവും പത്രസ്വാമിക്ക് ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു സവർണ സംസ്കാരത്തെ അതിനെ നിശിതമായി വിമർശിക്കാനുള്ള ഒരു ആത്മധൈര്യം കാണിക്കാൻ VKN സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റ് കഥകളിലും ഇതുപോലെയുള്ള എഴുത്തും വിമർശനാത്മകമായ ചിന്തയും ഫലിതവുമൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ കഥയുടെ രചനാരീതിയും അതുപോലെ തന്നെ സാമൂഹിക വിഷയവും അതുപോലെ അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള വെങ്കടേഷ് അയ്യരുടെ കഥാപാത്ര നിരൂപണവും എഴുതാൻ നിങ്ങൾക്ക് ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപന്യാസം എഴുതാൻ അധികാര കൊതിമൂത്ത് ജോലിക്കയറ്റത്തിനു വേണ്ടി ഉദ്യോഗ കയറ്റത്തിനു വേണ്ടി ആളുകൾ ചെയ്യുന്ന വഴിപിഴച്ചതായിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു മടിയുമില്ലാതെ അതിന് തയ്യാറാവുന്ന മനുഷ്യരുടെ അല്പബുദ്ധി അല്ലെങ്കിൽ ബുദ്ധിമോശം എന്ന് പറയാം, അതിനെയും നിങ്ങൾ വിഷയമായിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതവുമായി ചേർത്തു വായിക്കാൻ VKNൻ്റെ കഥകൾക്ക് സാധ്യമാവാറുണ്ട്. റെസിഡൻ്റ് എഡിറ്റർ എന്ന ഈ കഥയും നമ്മുടെ ജീവിതവുമായും നമ്മുടെ തൊഴിലിടമായിട്ടും നമ്മുടെ മാധ്യമരംഗവുമായിട്ടുമൊക്കെ വല്ലാതെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു കഥയാണ്. ഈ കഥ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റ് വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകും. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കുട്ടികൾ സംശയം ചോദിച്ചിരുന്നു. അവർക്ക് അതിനനുസരിച്ച് മറുപടി നൽകുകയും അവരോടൊപ്പം കൂടെ നിൽക്കാനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ.